Welcome to the new series of Prep Academy where we discuss about various careers, its educational pathways and career progression. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ എന്ന് പറയുന്ന ഒരു എലമെന്റിനെ കുറിച്ചാണ്. എന്താണ് ഡിസൈൻ എന്ന് പറയുന്നത്? ഒരുപാട് ടൈപ്സ് ഓഫ് ഡിസൈൻ ഉണ്ട് അല്ലേ? ഇന്റീരിയർ ഡിസൈൻ, ഫാഷൻ ഡിസൈൻ, അതുപോലെ തന്നെ UI UX, അതുപോലെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറി വരുന്ന ഡിസൈൻ ഉണ്ട്. ഇതിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡിസൈനിന്റെ കോളേജസ് ആണ് NID എന്ന് പറയുന്നത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാംസ് എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ NIFT വഴി നമുക്ക് ഫാഷൻ ഡിസൈനിങ് ഉള്ള കോഴ്സസ് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഡിസൈനിൽ ഒരു കാൻഡിഡേറ്റിന് എന്താണ് ഒരു കോളേജ് എക്സ്പെക്ട് ചെയ്യുന്നത്? അയാൾക്ക് ബേസിക്കലി ഒരു ക്രിയേറ്റീവ് സൈഡ് ഉണ്ടായിരിക്കണം. നമ്മുടെ വരയ്ക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, സൈസസ്, ഷേപ്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് അറിവുണ്ടായിരിക്കണം. നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റിവിറ്റി ആരും നമ്മളെ ഡിസൈൻ കോളേജസിൽ പഠിപ്പിക്കാറില്ല. നമ്മുടെ ക്രിയേറ്റിവിറ്റി അവർ മോൾഡ് ചെയ്യും, മെൻറ്റർ ചെയ്യും ആണ് ഡിസൈൻ കോളേജസിൽ ചെയ്യുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ആയിട്ട് BDESും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ആയിട്ട് MDESും ആണ് എല്ലാ കുട്ടികളും ഓപ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിന് ശേഷം വരുന്ന കരിയർ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ബേസിക് ഡിസൈനർ അല്ലെങ്കിൽ ഡിസൈനർ അസിസ്റ്റന്റ് എന്നുള്ള പൊസിഷനിലേക്കായിരിക്കും വരുന്നത്. ഇതിന് ശേഷം ഒരു 5 മുതൽ 10 വർഷം കൊണ്ട് നമ്മളൊരു ഡിസൈനർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് എത്തിച്ചേരുന്നതാണ്. സാലറി എക്സ്പെക്ടേഷൻസ് വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ ജോലിയുടെ ഉത്തരവാദിത്വവും ക്രിയേറ്റിവിറ്റിയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ചലഞ്ചസ് ഇൻ ഡിസൈൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ക്രിയേറ്റീവ് ബേൺഔട്ടിലാണ്. നമുക്കൊരു ടൈം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസും അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റും ടെക്നിക്കൽ സ്കിൽ ഡെവലപ്മെൻറ്റിനും ഉള്ള പോരായ്മകളാണ് പലപ്പോഴും ഒരു ഡിസൈനർക്ക് ഒരു ചലഞ്ചായിട്ട് വരുന്നത്. എന്നാൽ ഒരു പാഷനോടുകൂടി ഈ കരിയറിനെ അപ്രോച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഇത് വളരെ മികച്ചൊരു അനുഭവമാണ് നൽകുന്നത്. ഇഷ്ടമുള്ള ഒരു കരിയർ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഡിസൈൻ്റെ ഏറ്റവും വലിയൊരു ഓപ്ഷനാണ്. ഒരു ഡിസൈനർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സും ഒരു ക്ലയൻറ്റിൻ്റെ നീഡും അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്കുമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഈ ഫീഡ്ബാക്കിനും അതിനോടുള്ള പോസിറ്റീവായിട്ടുള്ള നമ്മുടെ റെസ്പോൺസും ആയിരിക്കും നമ്മുടെ കരിയറിനെ നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനം. ഒരു ഡിസൈൻ ആസ്പിറന്റിനോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ടൊരു പോർട്ട്ഫോളിയോ നേരത്തെ മുതലേ ബിൽഡ് ചെയ്ത് തുടങ്ങണം. അതുപോലെ തന്നെ നല്ലൊരു നെറ്റ്വർക്കിങ്ങും നല്ല കണക്ഷൻസും ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുടെ ഒരു ടോക്സും മറ്റുമൊക്കെ ഫോളോ ചെയ്യുന്നതും അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതും ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യുന്ന രീതികളും ഇതെല്ലാം ഒരു ഡിസൈനർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. സോ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ കരിയർ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.